ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും അഭിനന്ദനും എൻ്റെ പ്രിയ വിദ്യാർത്ഥിയുമായ ഇടവയുടെ വികാരികളായ നിലച്ചും ഇടവയുടെ അംഗനായ ട്രസ്റ്റി, സെക്രട്ടറി, പാർലമെന്റ് കമ്മിറ്റി അംഗങ്ങൾ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, മലങ്കര സഭയുടെ സ്ഥാനികളായി ഞങ്ങൾ തിരഞ്ഞെടുത്ത് കടന്നു വന്നപ്പോൾ മലങ്കര സഭയിൽ ആദ്യമായി നടന്ന ശ്രദ്ധിക്കപ്പെട്ട ഒരു പവിത്രമായ കർമ്മമുണ്ട്. ആ കർമ്മം ബ്രിസ്ബെയിലുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയത്തിന്റെ കൂദാശ കർമ്മം പരിശുദ്ധ ബാബാതിരുമേനിയാൽ നടത്തപ്പെട്ടു എന്നുള്ളതാണ്. ഞങ്ങൾ സ്ഥാനമേറ്റ് 2 ആഴ്ചക്കുള്ളിലാണ് ആ വലിയ സംഭവം മലങ്കര സഭയിൽ ശ്രദ്ധിക്കപ്പെട്ട് നടത്തപ്പെട്ടത്. അന്ന് മുതൽ മനസ്സിന്റെ കോണിലെവിടെയോ പതിഞ്ഞു പോയ ഒരു നാമമാണ് ബ്രിസ്ബെയിൻ എന്ന ഈ അനുഗ്രഹീതമായ സ്ഥലവും ഇടവും. പക്ഷെ അത് കാണാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല, വരാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചിരുന്നുമില്ല. എന്നാൽ പഠിപ്പിക്കുന്ന കാലത്ത് ചില നല്ല ശിഷ്യന്മാർ എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടും അവർ വളരെ കരുതലോടെ ഈ അവസരം എനിക്ക് ഒരുക്കി തന്നതുകൊണ്ടും ഇന്ന് ഈ സന്ധ്യയിൽ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ കഴിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയും മലങ്കര സഭയുടെ ഓസ്ട്രേലിയയിലുള്ള വലിയ മാറ്റത്തിന്റെ തിലകക്കുറിയായി ഈ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയം നിലനിൽക്കുന്നത് കണ്ട് ഉള്ളവർക്ക് സന്തോഷിക്കുകയും അതിലേറെ അത്യധികം ആഹ്ലാദത്തോടുള്ള നിറഞ്ഞ അഭിനന്ദനങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പേരിൽ നിങ്ങൾക്ക് കൈമാറി ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ആമുഖവാക്കുകൾ ഞാൻ ഒഴിവാക്കുകയാണ്. ഈ സന്ധ്യയുടെ കൂട്ടായ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ക്രമീകരിക്കപ്പെടുന്ന വേദയുദ്ധകൾ സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. The book of Ecclesiastes, chapter 11, verses 1. അവിടെ നമ്മൾ ഇങ്ങനെയാണ് നാം വായിച്ചു കേൾക്കുക: നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ അറിയുക, ഏറെ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ അറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് ലഭിക്കും. Cast your bread upon waters, for you will find after many days. ഒരു കൺവെൻഷൻ പ്രസംഗത്തിന്റെ സ്ഥലം പ്രമേയത്തിന്റെ പരിധി ഈ വേദഭാഗത്തെ എങ്ങനെ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുമെന്ന് ഈ വേദഭാഗം കേട്ടപ്പോൾ ഒരു വിഷയം ചിലർക്കെങ്കിലും തോന്നിയെങ്കിൽ ആ തോന്നൽ സ്വാഭാവികമാണ്. നാം ജീവിക്കുന്ന വർത്തമാനകാല ജീവിത പരിസരങ്ങളോട് വളരെ ആഴമായി പ്രവാചകതുല്യമായി സംബന്ധിക്കുവാൻ കരുത്തുള്ള ഒരു വേദഭാഗം എന്ന നിലയിലാണ് ഈ സന്ധ്യയുടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഇവ സമർപ്പിക്കുകയും സഭാപ്രസംഗിയുടെ പുസ്തകത്തിന്റെ രചയിതാവ് ആരാകുന്നതിനെ ചുറ്റി വേദശാസ്ത്ര രംഗത്ത് ഇപ്പോഴും തർക്കങ്ങൾ നിലനിർത്തുന്നു. എല്ലാവരും പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു തിരിച്ചറിവ് ഇത് ജ്ഞാനിയായ ശലോമോന്റെ വാർദ്ധക്യകാല രചന എന്ന നിലയിലാണ്. ബാബിലോണിയ പ്രവാസത്തിന്റെ കഷ്ടപ്പാടുകളുടെ നടുവിൽ നിന്ന് കനാൻ ദേശത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റി ജീവിക്കുവാൻ ആഗ്രഹിച്ച ഒരു ജനതയും ആ ജനതയോട് ദൈവത്തോട് സംസാരിക്കുന്നു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് സിമ്പിൾ ഫ്രീഡം ഓഫ് പ്രോസ്പെറിറ്റി. പലപ്പോഴും ജീവിതം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബിറ്റ്വീൻ ദ പ്രോഫിറ്റ് ആൻഡ് ദ ഗെയിൻ ഓർ ദ പ്രോഫിറ്റ് ആൻഡ് ദ ലോസ്. ജീവിതം ലാഭങ്ങളുടെയും നഷ്ടങ്ങളുടെയും നടുവിൽ തൂങ്ങിയാണെന്ന ഒരു പെൺകുലമാണ് എന്ന് നമ്മൾ പറയും. Is it true? What is the meaning of life? ജീവിതത്തിന്റെ അർത്ഥം is it the simple prosperity? ഈ വലിയ ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ഈ വേദഭാഗം നമ്മുടെ മുമ്പാകെ കടന്നു വരിക. ബാബിലോണിയ പ്രവാസത്തിന്റെ കീഴിൽ വല്ലാതെ കഷ്ടപ്പാട് അനുഭവിച്ച ജനതയും ഒരു നേരത്തെ ആഹാരത്തിന് പോലും സാധ്യതയില്ലാതെ പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ ഒരു ജനം. ആ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ തലങ്ങളിലാണ്, ജീവിതത്തിന്റെ പുതിയ സാധ്യതകൾ, ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവിടെ മധ്യത്തിലേക്കാണ് പ്രവാചകതുല്യമായ ശബ്ദവുമായി ഈ സഭാപ്രസംഗിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിന്റെ പള്ളി പ്രസംഗങ്ങളുമാണ്. ദേവാലയത്തിൽ കൂടി വന്ന ജനതയോട് ദൈവശബ്ദം പ്രവാചകനോട് ശക്തമായി പറഞ്ഞു: നിന്റെ അപ്പത്തെ
ഈസിയായി പ്രാക്ടിക്കലായി നമ്മൾ തിരിക്കാറുണ്ട്. പലപ്പോഴും പറയും we need an easy religion, we need a practical religion എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും മതത്തെ വളരെ ഈസിയായി കാണാൻ ആഗ്രഹിക്കുന്നവരും വളരെ പ്രാക്ടിക്കലായി the life is in between the gain and the loss എന്ന അടിസ്ഥാന തത്വ ചിന്തയിൽ വിശ്വസിക്കുന്നവർക്കും ഒരുപക്ഷെ ഈ വേദഭാഗം അത്ഭുതമായി മാറും. പക്ഷേ ഈ വേദഭാഗത്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്താ, what is the meaning of life? ഈ ചോദ്യത്തിന് ഈ വേദഭാഗം 3 ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ആ 3 ഉത്തരങ്ങൾ വളരെ കൃത്യമായി വളരെ സമയത്തിനുള്ളിൽ നിന്ന് നിങ്ങളുടെ മുമ്പാകെ പങ്കുവെച്ച് ഞാൻ എന്റെ ചിന്തകൾക്ക് വിരാമം വിട്ടുകൊള്ളാം. 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഇവിടെ ചെയ്യുവാനാണ് പ്രവാചകനിലൂടെ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുക. ഒന്നാമതായിട്ട് പറഞ്ഞു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞുവിടുക. Cast your bread upon the waters. What a foolish act. വളരെ കരുതലോടെ ജീവിതത്തിന് ഭദ്രമെന്ന് കരുതി, ജീവിതത്തിന് എപ്പോഴും അനിവാര്യമെന്ന് കരുതി ജീവിക്കുന്ന അപ്പത്തെ ത്രോയിട്ടത്. പലപ്പോഴും നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. തന്നെയല്ല, അവരുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ അപ്പത്തിന്റെ ദൗർലഭ്യം കൊണ്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് നല്ലവണ്ണം തിരിച്ചറിഞ്ഞ ഒരു ജനതയോഗ്യാണ്. അവരോടാണ് ദൈവം പറഞ്ഞത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളയുക. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ധാരണ നമ്മളെല്ലാം സ്വതന്ത്രരാണെന്നാണ്. നമ്മളൊക്കെ സ്വതന്ത്രമായ ജീവിതം നയിക്കുന്നു എന്നാണ് ധാരണ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ പലപ്പോഴും നമ്മൾ സ്വന്തം എന്ന് കരുതുന്നവരും അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിന്റെ സ്വാധീനങ്ങളാണെന്ന് നമ്മൾ മറന്നുപോകും. അവിടെ പലപ്പോഴും നമുക്ക് ഒന്നാമതായി വേണ്ടത് ജീവിതത്തിൽ അർത്ഥം കണ്ടത്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി വൈകിട്ട് കിടന്ന് ജീവിക്കുന്നവർക്ക്, ജീവിതത്തെ ഒരു വളരെ യൂഷ്വൽ ടൈം ടേബിളിനുള്ളിൽ മാത്രം നിൽക്കുവാൻ കഴിയുന്നവർക്ക് ഒരുപക്ഷെ അവരെല്ലാം ഹാപ്പിയാണ്. ഞാൻ ആ ഹാപ്പിനെസ്സിനെ ചോദ്യം ചെയ്യും. പക്ഷെ നീ എന്ന വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നതിന്റെ അടയാളം എന്താ? മൂക്കിൽ നിന്ന് താഴോട്ട് വരുന്ന ശ്വാസം മാത്രം. എങ്ങനെയാണ് നീ നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളുടെ മുമ്പിൽ അടയാളപ്പെടുക? Have you marked yourself? എങ്ങനെയാണ് നീ അടയാളപ്പെടുക? നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ നീ എങ്ങനെയാണ് അടയാളപ്പെടുക? രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടും എന്ന് ഡ്യൂട്ടിക്ക് പോയതുകൊണ്ടും വൈകിട്ട് കിടന്നുറങ്ങിയോണ്ടും ആ അടയാളപ്പെടുത്തൽ നിർവഹിക്കണം ഒന്നും നിർബന്ധമില്ല. പതിവായി മാതാപിതാക്കൾ പരസ്പരം പറയുന്ന ഒന്നാണ്, ഞങ്ങളുടെ കുട്ടികളെ എത്രമാത്രം സ്നേഹിക്കുമെന്ന് അറിയാമോ? പിള്ളേരെ അങ്ങോട്ട് മാറി കണ്ണിറക്കി കാണിക്കും, എപ്പോഴാണ് അറിയാൻ പറ്റത്തില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇവരെ സ്നേഹിക്കുന്നു എന്നാണ് നമ്മുടെ ആത്മവിശ്വാസം. നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു, ഒരാളെ പറഞ്ഞു ഐ കൻ ഫീൽ എനിത്തിങ്. അയ്യോ കുഴപ്പമായി. ഈ അടുത്ത കാലത്ത് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് അമ്മ പറഞ്ഞു, പക്ഷെ ഇവൻ അറിയാൻ കഴിഞ്ഞിട്ട് ഞാനിവരെ എത്രമാത്രം സ്നേഹിക്കുന്ന അറിയാമോ? അതവനറിയാൻ പിന്നെ എന്റെ അടുത്ത് വരേണ്ട ഒരു കാര്യം ഉണ്ടോ? അപ്പൊ ആ കുഞ്ഞു പറഞ്ഞു ഐ കൻ ഫീൽ എനിത്തിങ്. തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? സംഗതി മൊത്തം തോന്നും. ഇതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന് സംഭവിക്കണേ. പലപ്പോഴും ഇച്ചിരി ക്ലാഷൊക്കെ ഉണ്ടാകും. അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഭാര്യയെ പറ്റി ഭർത്താവ് പറയും, ഞാൻ ഇവിടെ എന്തുമാത്രം സ്നേഹിക്കുന്നറിയാമോ? അത് ബോധ്യപ്പെട്ട പിന്നെ എന്റെ അടുത്ത് വരേണ്ട കാര്യമില്ല. തിരിച്ചുകൊണ്ട് ഈ അവകാശമാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒന്നാണ്. ജീവിതം എന്ന് പറയുന്നത് അതിൽ അപകഷ്ടങ്ങൾ ലോകത്തിൽ മാത്രമല്ല ദൈവത്തിന് കുറയിച്ചവരെ എന്ന് പറഞ്ഞാൽ നാളെ പട്ടിണി കിടക്കാനല്ല വേണം. ദൈവമാണെങ്കിൽ എനിക്ക് അപകഷ്ടങ്ങൾ തന്നു, ഇത് നഷ്ടപ്പെട്ടാൽ വീണ്ടും എനിക്ക് അപകഷ്ടങ്ങളെ നൽകുവാൻ പര്യാപ്തനായ ദൈവത്തിലാണ് എന്റെ വിശ്വാസം എന്നുള്ള സിമ്പിൾ ആൻഡ് ബോൾഡ്
പക്ഷെ അത് ശരിയായിട്ട് എഴുതിയില്ലെങ്കിൽ കുഴപ്പം. എങ്ങാണോ അത് തിരിഞ്ഞു പോയാൽ അപകടം. തിരിച്ചിട്ടേ simple evil. So all the negative approaches, all the reverse perspectives, all the negative dreams that produce evil, simple. അതുകൊണ്ടാണ് സഭാപ്രസംഗി വർത്തമാനകാല ജീവിതത്തിൽ നമ്മൾ സംവേദിക്കുന്നു എന്ന് പറയാൻ ഞാൻ ശ്രമിച്ചത്. Yes, we need the lordship of our breath. പക്ഷെ നമുക്ക് ഈ സൂക്ഷിച്ചു വെക്കുന്ന അപകഷ്ടങ്ങളോടാണ് താല്പര്യം. എന്തെങ്കിലും ബാക്കി വന്നാ എവിടെ ഫ്രിഡ്ജ് വെച്ചൊരു ശീലമായിരുന്നു. ഈ ഫ്രിഡ്ജ് വെക്കുന്ന ശീലം എപ്പോ തുടങ്ങിയെന്നറിയാം? ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ട് മുതലുള്ള കാലം മുതൽ തുടങ്ങിയതാണ്. പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ ദൈവജനത്തോട് പറഞ്ഞു, നിന്റെ പട്ടിണിക്ക് ഉത്തരമായി ആകാശത്തെ തുറന്ന് ഞാൻ എന്ത് തരാം? മന തരാം. മന എന്നിട്ട് പറഞ്ഞു, അന്നേക്കുള്ളത് മാത്രമേ എടുക്കാം. നമ്മളെപ്പോഴും എടുക്കുമ്പോഴൊന്നും ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ചിലർ ഏറെ പറക്കി, ചിലർ കുറവും പറക്കി എടുക്കുന്നത്. ഈ ഏറെ പറക്കിയവന്റെ സാധ്യത എന്നറിയാം. എന്താ? അവന് നല്ല തടാവടിയും പിള്ളേരുണ്ടാവും, നല്ല ജിമ്മിൽ പോയി നല്ല 6 pack ഒക്കെ ഉണ്ടാവും. അവനെ കണ്ടു. ചില കുറവ് പറക്കി, ഒരു പക്ഷേ അവന് വാർദ്ധക്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, കണ്ണ് കാണത്തില്ല, പിള്ളേരെ കാണത്തില്ല, സോ മെനി ഇഷ്യൂസ്. പക്ഷെ ദൈവം വളരെ നീതിമാനാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ ഏറെ പറക്കിയവനെ ഇറങ്ങി, കുറവ് പറക്കിയവന് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ അടിച്ചു മാറ്റി മന്ന അടിച്ചു മാറ്റി പോയി പപ്പാടി വെച്ചാൽ അടിച്ചു മാറ്റി മന്ന ഒളിച്ചു പോയി. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് എല്ലാ അനുഭവവും ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ദൈവം നമുക്ക് എല്ലാ സാധ്യതകളും. ബാബിലോണിയ പ്രവാസ കാലഘട്ടത്തിൽ ദൈവജനം അവരെ ഉള്ളിലിറങ്ങി തരുന്നു, സമൃദ്ധിയുടെ പുതിയ സാധ്യതകളെ കൊണ്ടുവന്നു. പക്ഷെ ഈ അപകർഷങ്ങൾ മാത്രമാണ് ജീവിതത്തിന് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു സാധ്യതയുണ്ടല്ലോ. എന്റെ ജോലി പോയപ്പോൾ എന്തോ ഒന്നും ചെയ്യേണ്ട, ദൈവം കരുതിക്കൊള്ളു. നമ്മുടെ ചിന്തയാണ് കിട്ടിയില്ല എന്തോ ഇതെല്ലാം കിട്ടിയവരായിരിക്കും എനിക്കറിയാം. അങ്ങനെ ഒരുപാട് നമ്മുടെ സങ്കടങ്ങളുടെ നേരെ നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ കരുത്ത്. 6 packന്റെ ബലം വേണ്ടത്. നമ്മുടെ സങ്കടങ്ങളുടെ നേരെ നിൽക്കാനുള്ള കരുത്ത് നമുക്ക് മതി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പലപ്പോഴും നമ്മൾ അപകർഷണങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രശ്നം. ലോകം എപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് ഫുഡീസിന്റെ ലോകമാണ്. എത്രമാത്രം തന്നെയല്ല, പലപ്പോഴും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നു. അതിന്റെ ആഴം വളരെ ഭയങ്കരമാണ്, ഭീകരമാണ്. ഞാൻ 4 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ടു. വീട്ടിൽ പോയി പരിചയപ്പെട്ടു. കുഞ്ഞ് വീട്ടിൽ ചെന്നവൻ നിർത്താതെ വേണോ അപ്പനോട്. കൊച്ചിന് ഷാപ്പിലെ മീൻകറി വേണം. എന്താ വേണം? വെറുതെ മീൻകറിയെ കൊച്ചിന് വേണ്ട. കൊച്ചിന് വേണ്ടത് എഴുതിയ ഷാപ്പിലെ മീൻകറി. കാരണം യൂട്യൂബുകാരൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിന്റെ എരിയും ഇതിന്റെ സ്വാദും ഇതിന്റെ വർണ്ണനകളും ഒക്കെ വിവരിക്കുമ്പോ ജീവിതാനുഭവങ്ങളിലും നഷ്ടങ്ങളിലും ലാഭങ്ങളും ഒക്കെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന ബോധ്യത്തോടെ ജീവിതത്തിന്റെ എല്ലാ തടങ്ങളിലും നമുക്ക് ഈ കർത്തൃത്വം ഏറ്റെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ളത്. ഈ ശിഷ്യന്മാർക്കൊക്കെയുള്ള കുഴപ്പമില്ല. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ബാക്കി എത്ര വന്നു? ഈ ബാക്കിയാണല്ലോ നമുക്ക് പ്രധാനം. കഴിച്ചു എന്നുള്ളതല്ല പ്രശ്നം, ബാക്കിയാണ് പ്രശ്നം. ബാക്കി എത്ര? 12 ശിഷ്യന്മാരൊക്കെ കണ്ടുവച്ചു. അവരൊക്കെ 12 കൊണ്ട ബാക്കി വന്നു. 1 നിനക്ക്, 1 എനിക്ക് എന്നൊക്കെ നിലയിൽ നിൽക്കുമ്പോഴേ കർത്താവ് പറഞ്ഞു, ബാക്കിയൊക്കെ ഇവിടെ കിടക്കട്ടെ, നിങ്ങൾ അക്കരയ്ക്ക് പോകണം. എവിടേക്ക് പോകണം? നിങ്ങൾ അക്കരയ്ക്ക് പോകണം. നിങ്ങൾ ബാക്കിക്ക് കാവൽ നൽകേണ്ടവരല്ല. അയ്യോ, ജീവിതത്തിന്റെ മൊത്തം പ്ലാൻ
ഈ കാലഘട്ടത്തിന്റെ മൊത്തം ഡ്രീംസ് തെറ്റി. നമ്മുടെ ധാരണ ജീവിതത്തിന്റെ ബാക്കിയുടെ സൂക്ഷിപ്പുകാരാണ് നമ്മൾ. എന്നിട്ട് സൂക്ഷിപ്പുകാരാ. പക്ഷേ can you live in this moment? Can you enjoy this moment? ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? നാളെ പോട്ടെ, നാളെ എന്തോ ആട്ടെ, ഈ നിമിഷത്തിൽ ജീവിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ടെന്ന് കൈവന്ന് പോക്കാൻ ഞാൻ പറയുന്നില്ല. അവരോട് ചോദിച്ചാൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് നാളെ എങ്ങനെ എന്നത് അവിടെ നിന്നോട്ടെ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ദാനമായി നൽകിയ ഒരു ജീവിതം, ഈ ജീവിതത്തെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ അന്വേഷണം മുഴുവനും ബാക്കിയെ പറ്റിയാ. ഇതിനെ പറ്റിയാ ഏറ്റവും അവസാനം ഓൾഡ് ഏജ് ഹോമിന് പോലും വേണ്ടാന്ന് എഴുതി കൊടുത്ത് സ്ഥലം വിടും. What is the meaning of our life? നമ്മൾ ആഴത്തിൽ ദൈവസന്നിധിയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗം throw it away. അതിന്റെ ജീവിതാനുഭവം പുറത്തു പോകുവാൻ വേണം നിനക്ക് കഴിയുമോ എന്നതാണ് പ്രശ്നം. പ്രിയപ്പെട്ടവർ, ഈ അപ്പക്കഷ്ണങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ. നമ്മുടെ ഒരു ധാരണയുണ്ട്, എല്ലാ അപ്പക്കഷ്ണങ്ങളും എന്റെ വിശപ്പിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെന്ന്. അല്ല, എന്നെ ഇരിക്കുന്നതല്ല എന്റെ മാത്രമാണെന്ന്. അല്ല, അത് ആരുടെ നാണെന്നുള്ള ദൈവബോധ്യം ഉയരത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഉയരത്തിൽ ദൈവം അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പക്കഷ്ണങ്ങളുടെ മധു വിശുദ്ധ കുർബാന തന്നെ അതിന്റെ വലിയ 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 തലങ്ങളിലാണ് നിൽക്കുന്നത്. വിശുദ്ധ മർമ്മഹായിൽ സമർപ്പിക്കപ്പെടുന്ന കർത്തൃശരീരത്തെ വിഭജിക്കപ്പെട്ട് നിങ്ങളിലേക്ക് നടന്ന വലിയ അനുഭവം, അതിനെയാണ് വിശുദ്ധ കുർബാനയുടെ വിലയ്ക്ക് വന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ 3 കാര്യങ്ങൾ പറയാറുണ്ട്: ഫാസ്റ്റിംഗ്, ഫീസ്റ്റിംഗ്. രണ്ടും എപ്പോഴും ഫാസ്റ്റ്, ഫീസ്റ്റ് രണ്ടും ഒന്നിച്ചാ വരുന്നത്. ഫാസ്റ്റിംഗ് എന്തിനാ? It's for a feast. Then what is feast? എന്താണ് ഫീസ്റ്റ്? എന്താണ് ഫീസ്റ്റ് എന്ന് കാണിക്കുവാൻ ഞാൻ ഈ വേദഭാഗത്ത് feast is not a simple dietary system. Most of us consider feast is a right time for our dietary system. No. Feast is for fraternity. Our feast and fast is for fraternity. That is what our church believes. That is what our church proclaims. അതാണ് നമ്മുടെ സഭ വിശ്വസിക്കുന്നത്. ഉദാഹരണം പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 8 മുതൽ 23 വരെയുള്ള വാക്യം പെട്ടെന്നൊക്കെ പറയാം. ഇസ്രായേൽ ജനത്തിന് എന്നും വലിയ തലവേദനയാണ് അരാം സൈന്യം. ആ അരാം സൈന്യം ഇസ്രായേൽ ജനത്തിന് മുന്നിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തോൽക്കേണ്ടി വന്നു. അപ്പോ ഇസ്രായേലിലെ രാജാവ് പറഞ്ഞു നമുക്ക് ഇവരെല്ലാം കൊല്ലാം. ഉടനെ 22-23 വാക്യങ്ങളിൽ എലീശ പ്രവചനം പറഞ്ഞു, കൊല്ലാൻ എളുപ്പം, ഏത് മണ്ഡലങ്ങളും കഴിയും. നിങ്ങൾ ഇവർക്ക് അപ്പവും വെള്ളവും കൊടുക്കണം. എന്താ കൊടുക്കണം? നിങ്ങൾ അതൊരു പുതിയ തരം ജീവിതാനുഭവങ്ങളിലേക്ക് എത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ ഫ്രട്ടേണിറ്റിയാണ്. മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഉപയോഗിക്കാവുന്ന ഏറ്റവും മനോഹരമായ പദങ്ങളിൽ ഒന്നാണ് ബ്രദർ. എന്താണ്? എത്ര ആൽഫബറ്റ് ഉണ്ട്? 7 ഉണ്ടല്ലേ? ഇപ്പൊ എത്ര ഉണ്ട്? പറഞ്ഞു. ഇത്ര സമയം എടുത്തത് കണ്ടുപിടിക്കും. ബ്രോ. ബാക്കിയുടെ പോയി, ബാക്കിയുടെ കളയല്ലേ? സിസ്റ്ററിന് വേണ്ടി കുഴപ്പം, മൊത്തത്തിന് വേണ്ടി കുഴപ്പം. ജീവിതത്തിൽ എല്ലായിടത്തും നീളം കുറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ അത് കേവലം നേട്ടങ്ങളുടെ മാത്രം ഒരു ലോകമായി നാം കരുതേണ്ടതില്ല. സംതിങ്
ഈ അപ്പകഷ്ണങ്ങളുടെ മേൽ ഇതാണ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എനിക്ക് സംതൃപ്തി പകരുക എന്ന് പറയുമ്പോൾ സംതൃപ്തല്ലാത്ത 1000 ആളുകൾ എനിക്ക് പരിചയമുണ്ട്. ജീവിതത്തിൽ സംതൃപ്തി നേടുവാനായി സ്വന്തമാക്കി എല്ലാം സ്വന്തമാക്കിയിട്ടും സംതൃപ്തമല്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരെ പരിചയമുണ്ട്, നിങ്ങൾക്ക് പരിചയമുണ്ട്. എന്താണെന്നറിയാൻ പറയാം, നമുക്കിപ്പോഴും ഒരു കോവിഡ് മനസ്സാണ്. എന്താ മനസ്സാ? കോവിഡ് റെസ്ട്രിക്ഷൻ ഇവിടെ ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നാട്ടില് കോവിഡ് ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും പലചരക്ക് കടയിലേക്ക് പോയി. എന്തുവാ ഇനി നാളെ തൊട്ട് കടയിൽ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഗ്രോസറി ഒക്കെ സ്റ്റോക്ക് ചെയ്യാനാ പോകും. അന്ന് മേടിച്ച അരി ഇപ്പോഴും പലരുടെ കിട്ടിയിരിക്കും. കോവിഡ് പോയിട്ട് 5 വർഷം ഇപ്പോഴും പലരുടെ വീട്ടിൽ പൂത്തിരിപ്പുണ്ട് ഈ സാധനം. കാരണം എങ്ങാനും തീർന്നു പോയാൽ. അപ്പൊ ഒരു കോവിഡ് മനസ്സിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. What is the meaning of life? നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ എല്ലാത്തിനെയും നമ്മൾ ഈ ലോസ്, the gain, the profit എന്ന തലത്തിൽ മാത്രമേ ഈ ജീവിതത്തെ പലപ്പോഴും നമ്മൾ പറയണം. പള്ളിയിൽ വരുമ്പോൾ എന്തെങ്കിലും കിട്ടുക, കൺവെൻഷൻ യോഗത്തിന് പോയി എന്തെങ്കിലും കിട്ടുക. അവിടെ മണിക്കൂറിന് $22 ഒന്നുമില്ല. 22 കുറഞ്ഞു പോയി. ഞാൻ നേഴ്സുമാരുടെ ശമ്പളത്തിലല്ല പിടിച്ചത്, സാധാരണ ലെവലിൽ. അപ്പൊ എല്ലാ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇത് എത്തുമ്പോ എനിക്ക് എന്താണ് കിട്ടുക എന്ന് ചോദിക്കുന്ന ചോദ്യം, ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇതിന്മേൽ ഒരു ആധിപത്യം വേണ്ടേ? എന്നാലേ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റൂ, ചെയ്യാൻ പറ്റൂ. അത് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ നമ്മൾ എന്തൊക്കെ കണ്ടെത്തി, എന്തൊക്കെ നേടാൻ ആഗ്രഹിച്ചു? നാട്ടിൽ നിന്ന് വന്നവർക്കറിയാം, പഴയകാലത്ത് അടുപ്പ് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതങ്ങ് മാറി ഗ്യാസ് അടുപ്പായപ്പോ ഇപ്പം നോമ്പ് തിരിച്ചാൽ മതി, എളുപ്പമായി. അരക്ക് വലിയ ബുദ്ധിമുട്ടാണ്, വാഷിംഗ് മെഷീനൊക്കെ കണ്ടുപിടിച്ചു. അരപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്രൈൻഡർ, അനക്കും അടുപ്പ് അരപ്പൊക്കെ മാറി. മനസ്സിന്റെ അരപ്പ് മാറിയോ? എന്താ പറഞ്ഞേ? But it is something different. It is something different. It is not a matter of gain or profit. It is not a simple matter of success. Success syndrome ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. Or we are the victims of our destination sickness. അതാണ് അടുത്ത പ്രശ്നം. ഇതിനെല്ലാം മധ്യത്തിൽ ജീവിക്കുമ്പോൾ again I repeat, what is the meaning of your life? അത് കുറച്ചുകൂടെ അർത്ഥം കണ്ടെത്തണ്ടേ, ചില നിറമുണ്ടാവട്ടെ. It become more dynamic, I think. It creates more frequencies. It can influence others. മറ്റുള്ളവരെ കൂടെ അതിലേക്ക് ചേർത്ത് വെക്കാനുള്ള ഒരു കരുത്തും കാമമൊക്കെ ആ ജീവിതാനുഭവങ്ങൾ നാം കണ്ടെത്തേണ്ടതുണ്ട്. ആ ജീവിതാനുഭവങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഓടാണ് പ്രവാചകൻ നമ്മോട് പറഞ്ഞത്, അത് പോട്ടെ. അത് പോയി തുടങ്ങിയാൽ ഒരു ഗുണമുണ്ട്. ഗുണം എന്താണെന്നറിയാം? ആ അപ്പകഷ്ണങ്ങൾ ഒഴുകി തുടങ്ങും. ആ അപ്പകഷ്ണങ്ങൾ ഒഴുകി തുടങ്ങുമ്പോൾ ആരുടെയെങ്കിലും വിശപ്പിന് ഉത്തരമായി മാറും. ഇതായി മാറും. ഇവിടെയൊക്കെ വന്ന് കണ്ടുകൊണ്ടാകാം, നാട്ടില് ഇപ്പൊ പലയിടത്തും ഈ ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞ സാധനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ടിഫിൻ അവിടെ വെച്ച് പോകാം. ആരെങ്കിലും ആഹാരം ഉണ്ടെങ്കിൽ കഴിച്ചു പോകും. ഇത് വലിയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും. ഇപ്പം ഞാൻ സ്ഥലം കോട്ടയം യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് പലതും ചെരുപ്പും പ്ലാസ്റ്റിക് കുപ്പിയും ഉണ്ട്. നമ്മുടെയൊക്കെ നാടിന്റെ മാറിയ മനസ്സിന്റെ പ്രതീകമാണ്. അവരുടെ പങ്കുവെക്കാൻ ഒരു അപ്പകഷ്ണങ്ങളും ഇല്ലാതെ പോകുന്ന ദയനീയതയുടെ നേർചിത്രമായത് അത് മാറുകയാണ്. നമുക്ക് ഇങ്ങനെ ആരും അറിയാതെ ആരിലേക്കും എത്തുന്ന അപ്പകഷ്ണങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. അവർ കൺസെപ്റ്റ് ഓഫ് ചാരിറ്റി ഈസ് വെരി ഡിഫറെന്റ്. നീ എങ്ങാനും ഒരു തയ്യൽ മെഷീൻ ആരെങ്കിലും കൊടുത്താൽ, ചാനലിലൊക്കെ പരസ്യം കൊടുത്താൽ നമ്മൾ എന്തോ കൊടുക്കും? പിന്നെ അവന്റെ തലമുറയ്ക്ക് ജമ്മത്ത് ജീവിക്കേണ്ടത്. ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ? ദൈവം നമ്മൾ പണ്ട് പറഞ്ഞു ഇവിടെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യം അവസാനിപ്പിക്കാൻ സമയമാണ്.
you have a mastery over that? വളരെ സിമ്പിളായ ചോദ്യം ചോദിച്ചു. ഇതെല്ലാം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രമാണ്, നിങ്ങൾ ആർക്കും കൊടുക്കണ്ട. But can you have a mastery over that? അതെല്ലാം കർത്തൃത്വമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ ഡിസൈൻ ചെയ്യുന്നത് എന്താ? നിങ്ങളെ ലീഡ് ചെയ്യുന്നത് എന്താ? നിങ്ങളുടെ ലൈഫിനെ മോൾഡ് ചെയ്യുന്നത് എന്താ? നിങ്ങളുടെ ലൈഫിന് പുതിയ സാധ്യതകൾ നൽകുന്നത് എന്താ? സഭാപ്രസംഗി പറഞ്ഞു, ത്രോ ഇറ്റ് അവേ. ജീവിതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, again I repeat, if you are not able to enjoy the beauty of our life, then what is the meaning of this? What is the meaning of this? Life is not a carnival. Life is not a carnival. Life is life. Life is my life. അത് നയിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലെങ്കിൽ അത് ഭാരമായി മാറുന്ന അനുഭവങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യ ഭാഗത്തിന് അവസാനം അതുകൊണ്ട് സഭാപ്രസംഗി പറഞ്ഞു, അപ്പകഷ്ണങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്. അതില്ലെങ്കിൽ 2 ദിവസം അപ്പകഷ്ണങ്ങൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ വിധവും മാറും, നിങ്ങളുടെ വിധവും. ഓസ്ട്രേലിയ വന്നിട്ട് ഈ അച്ഛൻ 2 നേരം എനിക്ക് ഭക്ഷണം കിട്ടിയില്ല, ഞാൻ എത്രയും വേഗം നാട്ടിലേക്ക് വണ്ടി പിടിക്കും, പ്രസംഗിക്കുന്നത് ഞാൻ. പുള്ളി ചെയ്യത്തില്ല, എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിലെല്ലാം ഒരിക്കലും ഒഴിച്ചുവിടാൻ കഴിയാത്തതാണ്. പക്ഷെ അതിനുമേൽ നിങ്ങൾക്കൊരു ലോഡ്ഷിപ്പ് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അത് നിങ്ങളുടെ കൺട്രോളിലാണോ എന്നാണ് ചോദ്യം. ജോലി ചെയ്ത് ജീവിക്കാൻ മറന്നുപോയി, എന്തൊരു ട്രാജഡിയാണ്. ജോലി ചെയ്യുന്ന തിരക്ക് പിള്ളേരെ മറന്നുപോയി, പിന്നെ എന്തിനാ ചെയ്യുന്നേ? ചോദ്യം. ഇതെല്ലാം ജീവിതം എന്ന സുന്ദരമായ യാഥാർത്ഥ്യത്തിന്റെ എല്ലാ ബ്യൂട്ടിനെസ്സും അതിന്റെ എല്ലാ മനോഹാരിതയും സ്വീകരിക്കുവാൻ സംശീകരിക്കാൻ വേണ്ടിയല്ലേ? ആണോ? അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് പറയാ? വിവാഹത്തിന്റെ ആദ്യ നാളിൽ നമ്മൾ പറയും ചങ്കു ബ്രോ. എന്തോ ബ്രോ? ചങ്കു ബ്രോ. ഇപ്പൊ നമ്മൾ പറയുന്ന ജീവിതത്തിനൊരു വൈബില്ല. എന്തോ ഇല്ല. എല്ലാവരുടെയും വീട്ടിൽ വൈഫൈ ഉണ്ട്, പക്ഷെ എന്തില്ല വൈഫൈ ഉണ്ട്, വൈഫും ഉണ്ട്, പക്ഷെ വൈബ് മാത്രമില്ല. അതൊരു വലിയ പാടാണ്. എല്ലാവരുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്, വൈഫും ഉണ്ട്, പക്ഷെ വൈബ് മാത്രമില്ല. അതെന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. സന്നിവേശിക്കുമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതവും. അതെല്ലാം നമുക്ക് ലോഡ്ഷിപ്പ് വേണം. അതിനെ എല്ലാ അർത്ഥത്തിലും നിയന്ത്രിക്കുവാനും അതിനെ എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കുവാനും. ഇപ്പൊ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനായിട്ട് അച്ഛാ ഇച്ചിരി മുന്നോട്ട് പോകും, ക്ഷമിക്കണേ, എന്റെ കൈ നിൽക്കുന്നില്ല ആണ്. എല്ലാവരും താല്പര്യത്തോടെ എന്റെ മുഖത്ത് നോക്കും. എന്റെ കൈ, എനിക്ക് ലോഡ്ഷിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ ഏതെങ്കിലും സ്കൂളിൽ നിന്ന് ജോലിക്ക് പോവുക. അപ്പോഴാണ് നമ്മുടെ വീട്ടില് 1.5 വയസ്സോ 2 വയസ്സുള്ള കുഞ്ഞ് അമ്മയുടെ ഒപ്പത്തിരുന്നുകൊണ്ട് ഒന്ന് ചിരിച്ചു കാണിക്കും. അപ്പൊ അവൻ ചിരിച്ചു കാണിക്കുമ്പോ നമുക്കറിയാം കൃത്യസമയത്ത് അവിടെ ചെന്നില്ലെന്നുള്ള കുഴപ്പം. അപ്പൊ കുഞ്ഞ് ചിരിക്കുമ്പോ അതിനൊരു ഉമ്മ കൊടുക്കാനും വയ്യ, കൊടുക്കാതിരിക്കാനും വയ്യ. ഒരു ഉമ്മ കൊടുക്കും. നാട്ടിലാണ് ഞങ്ങളുടെ ചിന്ത, ജയന്തികർ ഇപ്പം പോകുമെന്ന് വിചാരിച്ച അമ്മയ്ക്ക് ആ കൊച്ചിന് ആ ഉമ്മ കൊടുക്കുന്നു. എന്താ കൊടുക്കുക? ഈ ഉമ്മ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും ഫ്രീക്വൻസി ഉണ്ടോ? അവിടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും റൂട്ടീൻസ് ആണ്. നല്ലതാ ജീവിതത്തിൽ ഒരു സിസ്റ്റമാറ്റിക് നേച്ചർ കൊണ്ടുവരാൻ റൂട്ടീൻസ് ഒക്കെ നല്ലതാണ്. പക്ഷെ അതിനപ്പുറം ജീവിതം, ലൈഫ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇറ്റ്സ് അവർ പ്രൈം ഡ്യൂട്ടി ടു എൻജോയ് ദ ലൈഫ്. അതിന് we need a lordship of our bread. അപ്പകഷ്ണങ്ങളുടെ നമുക്കൊരു കർത്തൃത്വം അനിവാര്യമായി ഉണ്ടായേ തീരും. രണ്ടാമത് സഭാപ്രസംഗി പറഞ്ഞു, നിന്റെ അപ്പത്തെ വെള്ളത്തിൽ നിന്ന് എറിഞ്ഞു കളയുക. ഏറിയ നാൾ കഴിഞ്ഞിട്ട്, എത്ര നാൾ കഴിഞ്ഞിട്ട്? ഏറിയ നാൾ കഴിഞ്ഞിട്ട്, ആഫ്റ്റർ മെനി ഡേയ്സ്. പറ്റുമോ? സഹിക്കാൻ പറ്റുമോ? നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കുക. എന്താ ചെയ്തിരിക്കുക?
ലൈഫ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ, പഞ്ചിങ് ആൻഡ് പ്ലാനിങ്. എന്താണ് പഞ്ചിങ് ആൻഡ്? എല്ലാം ഷെഡ്യൂൾ ചെയ്യും മൊത്തത്തിൽ. 2024 എന്ത് കിടക്കണം, 25 എന്ത് കിടക്കണം, 26 എന്ത് കിടക്കണം, മൂക്ക് ശ്വാസം ഉണ്ടോ എന്ന് മാത്രം പ്രശ്നമില്ല. എല്ലാം നമ്മൾ കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് നമ്മുടെ സമയത്തെ പറ്റി നമ്മുടെ സമയത്തെ പറ്റി നമുക്ക് ഭയങ്കരമായ തലമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടൈം? ഈ സമയം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഒരല്പം കാത്തിരിപ്പ്, എവിടെയെങ്കിലും ഒരല്പം ഡിലേ. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നത് ഡിലേ ഈസ് എ ഫെയിലിയർ. ഡിലേ ഈസ് എ ഈ കൺസെപ്റ്റ് മാറണം. ഒരല്പം താമസത്തെ നമ്മൾ എത്രമാത്രം അസഹിഷ്ണുതയോടെ നമ്മൾ കാണുന്നു. ജീവിതത്തെ വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുവാനുള്ള അവസരങ്ങളും സാധ്യതകളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരു സമയം പലപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സമയത്തെ വളരെ ക്രിയാത്മകമായി ഈ ലോകത്തിൽ കാണുന്ന മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം പേര് ഇവിടെ ഉണ്ട്, എനിക്കറിയാം. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും മെഡിക്കൽ റീസൺസ് ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം അസംതൃപ്തമായ ഒരു മനസ്സാണെന്ന് മാത്രം മറന്നുപോകല്ലേ. തൃപ്തമാകാത്ത, അതിപ്പോ ഹാർട്ടിൽ തുള വീഴുന്ന ഹാർട്ട് അറ്റാക്ക് ആയാലും നമ്മുടെ ഈ രോഗങ്ങളിൽ തന്നെയുണ്ട് ഈ ആ കൗതുകം. ഒരു കാലത്ത് നമ്മൾ ഹാർട്ടിനെ പറ്റിയേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഹാർട്ട് ഫെയിലിയർ, അറ്റാക്കിന് ഹാർട്ട് എങ്ങനെ ഫെയിൽ ആയത്? ഒരു കാലത്ത് നമ്മൾ ഗ്യാസിനെ പറ്റി കേട്ടു. ഇപ്പൊ എന്താ കേൾക്കുന്ന? ഗ്യാസ് ട്രബിൾ. ഇതെങ്ങനെ ട്രബിളായ? കിഡ്നി ഫെയിലിയർ, നെർവ് ബ്ലോക്ക്, മൊത്തത്തിൽ കുഴപ്പം. ഒരു ജീവിതത്തിൽ ഇതിനെല്ലാം അതിജീവിക്കുന്ന ജീവിതത്തിന്റെ ചൂരും എന്താണ്? അത് സമയത്തെ പറ്റിയുള്ള ഒരു ശരിയായ കാഴ്ചപ്പാടാണ് നമുക്ക് വേണം. ഇങ്ങനെ റൈറ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് അവർ ടൈം. ഈ സമയം എന്ന് പറയുന്നത് കേവലം വിനോദത്തിന് വേണ്ടി മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റില്ല. ആ സമയത്തിന് നമ്മളെ സംബന്ധിച്ച് we believe that time means speed. These two are different things. എന്റെ എക്സ്പീരിയൻസിനെ കേൾക്കുന്നെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, I don't believe in that. Time is equated to speed. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എത്രമാത്രം സ്പീഡിൽ ഓരോ കാര്യം ചെയ്യുക. എന്റെ ഇളയപത്രം പറഞ്ഞിട്ടുണ്ട്, മേലാണ് എന്റെ കാര്യമൊക്കെ പോയി പറയുന്നുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റാത്ത ഞാൻ പറയാം. അപ്പൊ ഈ കമ്പ്യൂട്ടർ മേഖലയിൽ താല്പര്യത്തിന് കൂടുതലുണ്ട്. കമ്പ്യൂട്ടർ ഗെയിം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ പറയും, ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല, രാവിലെ തുടങ്ങിയതാണ് ചെറുക്കൻ എന്നൊക്കെ പറയുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഉപദേശിക്കാൻ പോകും. വല്ലപ്പോഴും പോകാറും. ആരോഗ്യത്തിന് അതാണ് നല്ലത്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ആൾ വളരെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വളരെ ബിസിയാണ്. അദ്ദേഹത്തിന്റെ സ്ക്രീനിൽ ഏതാണ്ട് 865 മൈൽ സ്പീഡിൽ വണ്ടി ഓടുന്നുണ്ട്. ഞാനാണ് 40 മൈൽ സ്പീഡിൽ ഇതുവരെ വണ്ടി ഓടിച്ചത്. പോകുന്നവർക്ക് സൈനൽ സിഗ്നൽ ഒക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇടയ്ക്ക് പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ട്, അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. തന്റെ സഞ്ചാരപാതയിൽ ആര് വന്നാലും ഇടിച്ചു തെറിപ്പിച്ച് അതിവേഗം പുള്ളി മുന്നോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പുറകിൽ നിന്ന് ചെവിക്ക് പിടിച്ചു. ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? അവൻ തിരിഞ്ഞു നോക്കി. ഏതായാലും ഭാഗ്യത്തിന് അപ്പനാണ്, വേറൊന്നും പറഞ്ഞില്ല. പക്ഷെ അവനെന്നെ പഠിപ്പിച്ചൊരു വലിയ സൂത്രവാക്യമുണ്ട്. അപ്പ, ദിസ് ഇസ് എ ഗെയിം. ടാർഗറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാൻ എനിത്തിങ് എൽസ്. അത് ഭയങ്കര തിരിച്ചു. അപ്പ, ദിസ് ഇസ് എ ഗെയിം. ടാർഗറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാൻ എനിത്തിങ് എൽസ്. ഇവിടെ ജീവനൊന്നും ഒരു പ്രശ്നമല്ല. സൈൻ ബോർഡ് തോരും. എനിക്ക് എത്രയും സ്പീഡിൽ, ടു ദ മാക്സിമം സ്പീഡ് ടു റീച്ച് മൈ ഡെസ്റ്റിനേഷൻ. ഇതൊരു ലൈഫ് പ്രോസ്പെക്റ്റീവ് ആയിട്ട് എടുത്താൽ എന്തൊരു ട്രാജഡി ആവൂലേ. ഇതിനെ നമ്മുടെ ലൈഫിന്റെ അടിസ്ഥാന ഫിലോസഫിയായി എടുത്താൽ
അടിസ്ഥാന കുഴപ്പം. നമ്മുടെ കൂടെ താമസിക്കുന്ന ഭാര്യമാരെ പലപ്പോഴും യഥാർത്ഥമായി വിലയിരുത്താൻ കഴിയാതെ പോകും. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച തിരിച്ചോടും. അതുകൊണ്ട് സമയം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ആ സമയത്തിന് ചില കാത്തിരിപ്പിന്റെയും ചില വൈകിയതിന്റെയും ഒക്കെയുള്ള ഒരു സുഖമുണ്ട്. അതിനതിൻ്റെതായ ചില മനോഹാരികൾ നാം കണ്ടെത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ അത് വരവേൽക്കേണ്ടതുണ്ട്. സമയം നമ്മളെ പൂർണ്ണമായി എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ പലപ്പോഴും പറയുന്നത് ഈ നമ്മുടെ സമയം പെടാം. നിങ്ങൾ പറയും that is our church time, അല്ലേ? This is our kitchen time. ഒക്കെ എല്ലാം കൊടുത്തു. നിങ്ങൾക്ക് സമയമുണ്ടോ? നിങ്ങൾക്ക് സമയമുണ്ടാവെന്ന് പറയാം. പറയണ്ട. എല്ലാവരും നമ്മൾ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. Then what is your time? എല്ലാവരും എന്നെ പുറത്തോട്ട് നോക്കുന്നുണ്ട്. What is your time? ചുമ്മാ നിന്ന് ചിരിക്കാൻ സമയമുണ്ടോ? ചുമ്മാ ഒന്ന് പുഞ്ചിരിക്കാൻ സമയമുണ്ടോ? വട്ടാണ്. ചുമ്മാ ഒന്ന് ചിരിക്കുവാൻ, ചുമ്മാ ഒന്ന് പുഞ്ചിരിക്കുവാൻ, ചുമ്മാ ഒരു ഹായ് ഹലോ പറയാൻ സമയമുണ്ടോ? അതാണ് സഭാപ്രസംഗി പറഞ്ഞത്. യെസ്, യു നീഡ് എ ലോർഡ്ഷിപ്പ് ഓഫ് യുവർ എന്റെ സമയം എന്റേതാണ്. ഈ ജീവിതം എല്ലാത്തിനോടും യേശു പറയാനാണെന്ന് ആരാ പറഞ്ഞോട്? നമ്മുടെ കുഴപ്പം ജീവിതം എല്ലാത്തിനോടും യേശു പറയാൻ അല്ല. ഈ ജീവിതം ചിലതിനോടൊക്കെ നോ പറയാൻ കൂടി ഉള്ളതാ. ഈ ജീവിതം കൊണ്ട് ചിലതിനോടൊക്കെ നോ പറയാൻ നമ്മളെ കൊണ്ട് അതിലൂടെയാണ് ലൈഫ് ഉള്ളത്. എല്ലാത്തിനും യേശു പറയാം എന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ. നമ്മളിപ്പോ സ്ക്വയർ ഫീറ്റിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. വീടിന്റെ സ്ക്വയർ ഫീറ്റ്. ഇവിടെ സ്ക്വയർ ഫീറ്റ് ആണോ? ആന്നേ, എനിക്ക് കുഴപ്പമൊന്നും പറ്റില്ല. നമ്മളെല്ലാത്തിന്റെ സ്ക്വയർ ഫീറ്റിനെ പറ്റിയാ പറയാം. നല്ലത്. നിന്റെ ഹൃദയത്തിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അതൊന്നും അറിഞ്ഞാൽ. വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിട്ടും ഹൃദയത്തിന് സ്ക്വയർ ഫീറ്റ് ഇല്ലെങ്കിൽ മൊത്തം കട്ട പോകാം. ഒരു സംശയം ഉണ്ടാക്കാൻ കട്ട പുകയാണ്. പിള്ളേർ പലപ്പോഴും പറയും എന്താ തരം ലൈഫിന് ഒരു ഗുമ്മില്ല. എന്തോ ഇല്ല. ജീവിതം ബോറടിക്കും. ഈ ബോറടി മാറാനൊക്കെ വേണ്ട. പിന്നെ എന്തോ ചെയ്യുന്നേ? ഒന്നുകിൽ അതിസാഹസികത. വണ്ടി എടുത്തേച്ച് 140 മൈൽ സ്പീഡിൽ തലേ കൊത്തി ഓടിക്കും. എവിടെയെങ്കിലും പോയി ഇടിക്കും. പിന്നെ പെട്ടിക്കകത്ത് ഞങ്ങൾ തന്നെ കൊണ്ട് നടക്കേണ്ടി വരും. ഓവർ ലക്ഷറി, ഓവർ അഡ്വഞ്ചറസും ആൻഡ് ഓവർ ലക്ഷറി. അല്ല പിന്നെ മമ്മൂട്ടി 25 ലക്ഷം രൂപയുടെ വാച്ചുണ്ട്, ഞാൻ 30 ലക്ഷത്തിന്റെ വാച്ച് മേടിക്കും. എങ്ങനെയായാലും സമയം ഒന്നേ ഉള്ളൂ. ഏത് വാച്ച് കിട്ടിയാലും സമയം ഈ പാവപ്പെട്ട സമയം കാണിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ബോറടിക്കണം. എനിക്കൊരു സുഹൃത്തുണ്ട്. പുള്ളി ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി ചെങ്ങന്നൂന്ന് കുമ്മിണി വരെ പോകും. അച്ഛൻ അവിടെ പോയി കട്ടക്കാപ്പി കുടിക്കും, തിരിച്ചു വരും. അതോടെ അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയാണ്. അല്ല, അദ്ദേഹം ഹാപ്പിയാണ്. പിന്നെ നമ്മളതിന് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ദാറ്റ്സ് ഹിസ് ഫ്രീഡം. ദാറ്റ് ഈസ് ഹിസ്. പക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കട്ടക്കാപ്പി കുടിക്കാൻ അവിടെ വരെ അതറിഞ്ഞുകൂടാ. അത് അദ്ദേഹത്തിന്റെ ഹാപ്പിനെസ് ആണ്. ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. അതിൽ അദ്ദേഹം ഹാപ്പിയാണെങ്കിൽ ഇറ്റ്സ് റൈറ്റ് എന്ന് പറയുന്ന ആളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പറയും ടുഡേ ഈസ് വെരി ടഫ്, വളരെ ടഫാണ്. നാളെയോ ടുമോറോ ഈസ് വെരി ടഫ്, ടുമോറോ ഈസ് ഓൾസോ ടഫ്. ഇന്നും കുഴപ്പം, നാളെയും. അപ്പൊ നമ്മൾ പറയും എങ്ങനെയെങ്കിലും ഈ നശിച്ച ദിവസം ഒന്ന് പോയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ നശിച്ച ഇടത്തിൽ ഒന്ന് പോയാണെങ്കിൽ. പക്ഷേ the day after tomorrow is beautiful. It's for you. Yes, my dear brothers and sisters,
The day after tomorrow is for yours. But you are worrying about today and tomorrow. We are living in between today and tomorrow. Can you dream the day after tomorrow is brighter? It is better. വളരെ ബ്രൈറ്റായ ഒരു ജീവിതാനുഭവം നമുക്ക് പറ്റും. രണ്ടാമത്തെ പ്രശ്നം, നമുക്ക് ഈ അൺസർട്ടനിറ്റി പറ്റത്തില്ല. എന്താ പറ്റത്തില്ല? ഒരു അൺസർട്ടനിറ്റി പറ്റില്ല. പക്ഷെ നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തെ പ്രൂവ് ചെയ്യുന്നത്? എങ്ങനെ പ്രൂവ് ചെയ്യും? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, കാറൊക്കെ ആ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടുന്നു, അവിടെ പഠിക്കുന്നു, അതിനുശേഷം കാറെ കൊണ്ടുവരുന്നു, വീട്ടിൽ റൂട്ടീനാണ്. എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് we acquire the courage and strength to face the uncertainties. We all are planning our life in the midst of certain certainties. We use our time to plan, live in certainties. But can you live in the midst of uncertainties, and can you have the power to face the uncertainties? That is the meaning of your life. Time. അതാണ് നിനക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിന്റെ ഒത്തിരി മുന്നോട്ട് പോയി. അതുകൊണ്ട് അതിവേഗ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് രണ്ട് കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. ഒന്ന്, the lordship over our blood, the lordship over our മൂന്നാമതായി പറഞ്ഞു, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് തിരിച്ചു കിട്ടും. എന്താ കിട്ടും? ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാ. എന്താ പ്ലാനാ? If you invest this much money in this, after a long period you get ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാ. ദൈവത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ദൈവം പറഞ്ഞു, നിന്റെ അമ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളയും. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് ഒന്ന് ആലോചിക്കും. വെള്ളത്തിന്മേൽ എറിഞ്ഞു കളഞ്ഞ അപ്പ കഷ്ണം തിരികെ കിട്ടുമ്പോൾ അതിന്റെ ഷേപ്പ് എന്തോ ഷേപ്പ് ഉണ്ടാവും. നല്ല ഷേപ്പ് ഉണ്ടാവും. മൂന്നാമത്തെ പറയുന്നത് ലോഡ്ഷിപ്പ് ഓവർ അവർ റിട്ടേൺസ്. നമുക്ക് തിരികെ തീർച്ചയായിട്ടും വരും. പക്ഷെ നമ്മൾ we are particular about the designs of our returns. We are very much particular about the designs of our returns. No, this is not my expectations. ഇതല്ല എന്റെ പ്രതീക്ഷ, ഇതല്ല എന്റെ ആഗ്രഹം. ദൈവം ധാരാളമായ സാധ്യതകളെ നിന്നിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയും, എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതമൊന്നും നടത്തിയിട്ടില്ല. ഇവിടെ നീ ജീവിക്കുന്നതിന് ഒരു അത്ഭുതമാണ്. എന്നിട്ട് പറയുന്ന ജീവിതത്തിൽ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതമാണ്. ഇപ്പൊ കേരളത്തിലാണ് ദൈവത്തിന്റെ ശബ്ദം വരെ കേൾപ്പിക്കുന്നത്. ഭയങ്കര പുരോഗമനം ആത്മീയതയിൽ. അപ്പൊ നമ്മൾ നമ്മളിപ്പോ പള്ളിയിലൊക്കെ പോയിട്ട് ഒരു അത്ഭുതവും ഇല്ല. നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. നമുക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ. ദൈവം നിന്നിലേക്ക് ധാരാളം ദാനങ്ങൾ നൽകുന്നുണ്ട്. ആ ദാനങ്ങളുടെ മധ്യയാണ് നമ്മുടെ ജീവിതം. ആ ദാനങ്ങളുടെ കരുതലാണ് നമ്മുടെ ജീവിതം. ആ ദാനങ്ങളുടെ തേജോടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും living in the world of secularism. They are living in the world of their scientific thought. Maybe they are living in the world in the midst of post-humanism and all these things. അതെല്ലാം ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചോളം ജീവിതത്തെ പറ്റി, അവരുടെ റിട്ടേൺസിനെ പറ്റി അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ടാകും. ഇതിനെല്ലാം തരത്തിൽ നമ്മൾ എത്തുമ്പോ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ കടന്നെത്തി വരുന്ന നന്മകൾ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താ? പലരും ജീവിതത്തെ ഒരു അമ്യൂസ്മെന്റ് പാർക്കായിട്ടാണ് കാണുക. എന്തോ പാർക്ക?
എന്താ പറഞ്ഞ സിമ്പിളെ അമ്യൂസ്മെന്റ് പാർക്ക്, കുരങ്ങനും വലി ഒക്കെ ഉള്ള ഒരു വെറൈറ്റി എന്റർടൈൻമെന്റ് പ്രോഗ്രാം. എന്താണ് ലൈഫ് ഈസ് എ വെറൈറ്റി എന്തോ ചോദിച്ചാലും പറയും വെറൈറ്റി. ഞാനൊരു വെറൈറ്റി പറയട്ടെ, സിമ്പിളാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും രണ്ടുപേരോട് ഒന്നിച്ച് വന്നവരോടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോരുണ്ടെങ്കിൽ ചുമ്മാ ഞാൻ പ്രസംഗപ്പെടെ നിർത്തി തരാം. അവിടെ നിന്നോട് ഭർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ 2 മിനിറ്റ് നോക്കിയാൽ തിരിച്ചുകൊണ്ട് ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി. വെറൈറ്റി ഇത്ര നാം നോക്കിയിട്ടില്ല. ഇങ്ങനെ ശാന്തമായിട്ട് ആലോചിച്ചു എന്നാലും യുവവാദികൾ എന്ന് മാത്രം കഷ്ടപ്പെടുന്നു. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആട്ടോ. തിരിച്ചു നടിച്ചു. അപ്പൊ നമ്മൾ എന്നതുകൊണ്ട് നാട്ടിലെ സമയം എന്താ വെച്ചാൽ അതുകൊണ്ട് നമ്മൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തിനെ പറ്റിയ ഏത് തരത്തിലുള്ള ഒരു ജീവിതമുണ്ട്. അത് ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ that is the most precious gift. വിശ്വസിക്കുന്നുണ്ടോ? നമുക്കൊരു ജീവിതമുണ്ട്, നമുക്കത് ജീവിക്കാൻ കഴിയുന്നത് that is the most precious life we deserve. അതാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സ്വത്ത്. ഏറെ നാൾ കഴിഞ്ഞിട്ട് ആ അപ്പകഷ്ടങ്ങൾ നിന്നിലേക്ക് എത്തുമ്പോ അതിന്റെ ഷേപ്പിനെ പറ്റി ഒന്നും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിച്ചു ചിലപ്പോൾ ശ്രീലങ്ക കൊണ്ടിട്ടേക്കും. എനിക്കതിനെ പറ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. എനിക്കതിനെ പറ്റി ഒന്നും ഗ്യാരണ്ടി ചെയ്യാനില്ല. ബട്ട് our Lord Jesus Christ still loves you. അതിന് പറയാൻ പറ്റും. Our Lord Jesus Christ still loves you. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. But we are so much worried about the designs. Don't worry. He still needs you and still loves you. എന്നർത്ഥിക്കട്ടെ. പറയാൻ ശ്രമിച്ചത് സഭാപ്രസംഗിയുടെ പുസ്തകം നിന്റെ അപ്പത്തെ വെള്ളത്തിൽ കയറി ഏറെ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് അത് cast your bread upon the waters or you will find it after many days. നമ്മുടെ ജീവിതത്തിൽ yes, what is the meaning of life? Our life is not simple for enjoyment. Our life is this of pride duty to mark others. അവിടെ തന്നെ അടയാളപ്പെടുത്തുക എന്നൊരു ദൗത്യം നമുക്കുണ്ട്. For that we need the lordship of our bread, the lordship of our time and the lordship of our days. നന്ദിയൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഞായറാഴ്ച ദിവസം അവസരമുള്ളത് കൊണ്ട് ഞാൻ വാക്കിൽ അവസരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്.